ഈ കപ്പ് കൊടുത്തതിലൂടെ പിന്നെ റോബിനെയും അതുപോലെ തന്നെ അഖിലിനെയും അതുപോലെ ഇതിന് മുമ്പ് സീസണിൽ ജയിച്ച ആൾക്കാരെല്ലാവരെയും കൂടെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഡീഗ്രേഡ് ചെയ്ത്. കാര്യം അർഹതയില്ല ബ്രോ, സത്യം അർഹതയില്ല. അർഹത ഉണ്ടെങ്കിൽ ഞാൻ അർഹത ഉണ്ടെന്ന് തന്നെ പറയും. അർഹതയില്ല. ജിൻഡോയ്ക്ക് കപ്പ് നേടാനുള്ള ബിഗ് ബോസ് എന്നുള്ള ഒരു ഗെയിം ലാലേട്ടൻ പറയും പോലെ ഇതൊരു സമൂഹത്തിൻ്റെ ഉൾക്കാഴ്ചയുടെ നേർക്കാഴ്ചയിലൂടെ ആൾക്കാരെ ഫിൽട്ടർ ചെയ്ത് അതിലൊരു നല്ലൊരു വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവന്ന് ആ വ്യക്തിയെ ജനങ്ങളുടെ നായക സ്ഥാനത്തോട്ട് കൊണ്ടുവന്ന് അയാൾക്ക് കപ്പ് കൊടുക്കുന്നതിലൂടെ ആൾക്കാരിലോട്ട് ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാമെന്നുള്ള രീതിയാണെങ്കിൽ അത് ചെയ്താൽ ഭയങ്കര റോങ് ആയിപ്പോയി. ഇപ്പം അഖിൽ ഞാനോടൊക്കെ പല വിഷയങ്ങളും എൻ്റെ ഒക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അഖിലിൻ്റെ പല കാര്യങ്ങളും, അഖിലിൻ്റെ സംസാരമായിരുന്നാലും അഖിലിൻ്റെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നാലും അഖിൽ പറയുന്ന കാര്യങ്ങളായിരുന്നാലും ശരി, ആശയങ്ങളായിരുന്നാലും ശരി, ആ സംസാരത്തിൻ്റെ അതുപോലെ തന്നെ റോബിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു ഇത്, ബാക്കിയുള്ള ഇൻസ്പിറേഷൻ, അതുപോലെ തന്നെ മണിക്കുട്ടൻ, അതുപോലെ തന്നെ ദിൽഷ, അതുപോലെ തന്നെ സാബുമോൻ, അല്ലേ, നമുക്ക് ഇവരെല്ലാവരെയും ഒരു വേവിൽ കൊണ്ടുവരാൻ എടുക്കാൻ പറ്റും. നമുക്ക് അവരെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് 10 പേർക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ 100 പേരിൽ ഒരു 10 പേർക്ക് അവരെ വേണമെങ്കിൽ റോൾ മോഡലായിട്ട് എടുക്കാം. പക്ഷേ ജിൻഡപ്പനെ റോൾ മോഡലെടുത്താൽ നിങ്ങൾ തെണ്ടിപ്പോയി ഉറപ്പായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാ ബ്രോ, ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ മണ്ടൻ ഉള്ള ടാഗാണ് ജിൻഡോയ്ക്ക് കിട്ടിയത്. അതിനാണ് ജിൻഡോ വേറെ ലെവലിലാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അതായത് മണ്ടൻ വിളിച്ച ആൾക്കാരെ കൊണ്ട് തന്നെ കപ്പ് അല്ലെങ്കിൽ രാജാവെന്ന് വിളിപ്പിച്ചു എന്ന് പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വാവ് ഫാക്ടർ എനിക്ക് പറഞ്ഞതാ. നിങ്ങൾ ജിൻഡോ ഒരു ഏതെങ്കിലും ഒരു അടിപൊളി സെറ്റപ്പ് അല്ലെങ്കിൽ ബ്രില്യൻറ്റ് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സോറി പറഞ്ഞിട്ടുള്ള ജിൻഡോയാണ്. ഏറ്റവും കൂടുതൽ സോറി പറഞ്ഞിട്ടുള്ള സോറി എന്തിനാണ് പറയുന്നത്? തെറ്റ് ചെയ്യുമ്പോഴല്ലേ സോറി പറയുന്നത്, അല്ലേ? ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്താൽ അത് മിസ്റ്റേക്ക്, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് തെറ്റ്, മൂന്നാമത്തെ പ്രാവശ്യം അത് ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ്റെ ക്യാരക്ടറാണ്, അല്ലേ? അപ്പം ഇതാണ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ. ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നാക്കിന് ഒരു ലൈസൻസും ഇല്ലാത്ത ഞാൻ ഇടീ പോടി അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ അഗ്രഷൻ സംസാരിക്കാം. അറിയാം, എൻ്റെ ഓപ്പോണൻ്റെ അഗ്രഷൻ കാണിക്കും, ഞാനും അഗ്രഷൻ കാണിക്കും. പക്ഷേങ്കിൽ എൻ്റെ വായിന്ന് വൃത്തിയായിട്ട വാക്കുകളൊന്നും വന്നിട്ടില്ല. അപ്പം ഈ നമ്മളെ ഇതിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മളെ യമുന ബ്രോ, യമുന ബ്രോയുടെ അടുത്ത് പിന്നെ ജിൻഡോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. എന്താണത്? അതിനകത്ത് പിന്നെ എന്തോ ബാത്റൂമിലോട്ട് പോകാൻ ഞാൻ കാണിച്ചു തരാമെന്ന്, ഷർട്ട് ബോഡി കാണിക്കാൻ വേണ്ടിയിട്ട് ചായയുടെ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും, ചായ വിത്ത് ബോഡി ഷോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉടുപ്പൂരി കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ നീ ബാത്റൂമിലോട്ട് പോകാൻ ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പം അത് അങ്ങനെ പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കാര്യം കണ്ടെന്ന് തോന്നുന്നു ബ്രോ, കണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്, നിന്റെ തുണി പൊക്കി ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ജാസ്മിനോട് പറയുന്നുണ്ട്. പക്ഷെ അത് താങ്കൾ ഇറങ്ങിയതിന് ശേഷമാണ്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത് ബ്രോ, ക്വാളിറ്റി ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ബ്രോ. അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ഓഫ് ക്യാരക്ടർ എന്നൊരു സംഭവമുണ്ട്, അല്ലേ? ക്വാളിറ്റി ഓഫ് ബിഹേവ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അല്ലേ? ഇതൊക്കെ വരുമ്പോഴാണ് ഒരു ക്വാളിറ്റി ഓഫ് പേഴ്സൺ ആവുന്നത്. ഇതിൽ എനിക്ക് ജിൻഡോയിൽ ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് ബിഹേവ് കാണിച്ചു തരാൻ പറ്റുമോ? ക്യാരക്ടർ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല ബ്രോ. അതായത് ഞാൻ അതിനകത്ത് ജിൻഡോയെ അടുത്തറിയാവുന്ന ആൾക്കാരെടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ജിൻഡോ എന്താണ് നിങ്ങളുടെ. മനസ്സിലായോ? ജിൻഡോ ഈ ബിഗ് ബോസിലൂടെ കണ്ട ആൾക്കാർ വിചാരിക്കും ഓക്കെ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരു പൊട്ടനായിട്ടുള്ള അല്ലെങ്കിൽ മണ്ടനായിട്ടുള്ള ഒരാളിനെ പിന്നെ ജനങ്ങളെല്ലാവരും കൂടെ അംഗീകരിച്ച് കപ്പ് കൊടുത്തു എന്നുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കുറേ ടാസ്ക് ജയിച്ചു എന്നുള്ള സംഭവങ്ങളിലൂടെ ആയിരിക്കും അത് അവിടെ ജയിക്കുക ബ്രോ. ഇപ്പം ഞാനും സിജോയും കൂടെ ഉള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ബ്രോ. അത് എൻ്റെ കീ രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കീ ആയിരുന്നു ബ്രോ. എൻ്റെ 2 കീ ഇട്ടാലും അത് തുറക്കൂലായിരുന്നു. ഞാൻ ആ മണ്ണൊക്കെ നീക്കി അവിടെ പോയിട്ട് കീ എടുത്തിട്ട് തുറന്നില്ലേ, എൻ്റെ 2 കീ ഇട്ടാലും തുറക്കൂലായിരുന്നു. അപ്പോൾ 2 ഫേക്ക് ആയിരുന്നു അത്, 2 ഫേക്ക് കീ. മനസ്സിലായി? അപ്പം ഞാൻ എങ്ങനെ തുറക്കും? അതുകൊണ്ട് അവിടെ ഇതേപോലുള്ള കുറച്ച് ഗെയിമുണ്ട് ബ്രോ. ആ ഗെയിമിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിൽ പിന്നെ നമ്മളെ ഷിജു ചേട്ടന് നല്ല ഹൈറ്റ് ഉണ്ട്. ഷിജു ചേട്ടനുള്ള മത്സരിച്ച കൂടെ നിന്നതാര്, മറ്റേ പേര് മറന്നുപോയല്ലോ, നിങ്ങൾ കുറച്ച് കുറേ ആൾക്കാരുണ്ട് അതിനകത്ത്. അപ്പം സോ ആ പുള്ളിക്കാരന് ബോൾ എന്താ മേളി എന്ന് പറഞ്ഞാണ് ഷിജു ചേട്ടൻ ചാടി കൈ കൊണ്ട് ഇങ്ങനെ ബോൾ എടുക്കും. ഈ അവന് ബോൾ കിട്ടില്ല. അതുകൊണ്ട് പല ആൾക്കാർക്കും ആപ്റ്റായിട്ടുള്ള രീതിയിൽ അവിടെ ഇതുപോലുള്ള ഗെയിം സെറ്റ് ചെയ്യും. അത് അവർ തന്നെ വിൻ ചെയ്യും. ഓൾമോസ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
അവർക്ക് ചെയ്യാൻ പറ്റുന്നതായുണ്ട്. അവർക്ക് ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ, തുറക്കാത്ത കീ എന്തിനാണ് അപ്പൊ അവിടെ കൊണ്ടുവച്ചത്? അത് തുറക്കില്ലെന്ന് അവർക്കറിയാം, പൂട്ട് ഇല്ല. അതായത് താങ്കൾ ജയിക്കില്ലെന്നല്ല. ഞാൻ ക്യാപ്റ്റൻ ആ സാഹചര്യത്തിൽ ഞാൻ ക്യാപ്റ്റൻ ആകാതെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പം ഓപ്പോസിറ്റ് ഇപ്പം സിജോ ആണ് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ, ബിഗ് ബോസ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരൊക്കെ എന്തൊക്കെ ഗെയിം ഇട്ടിരുന്നാലും ശരി, ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഗെയിം ഉണ്ട് അവിടെ. മനസ്സിലായ? ബിഗ് ബോസിന്റെ ഗെയിമിലാണ് സിജോ അവിടെ ക്യാപ്റ്റൻ ആവണം, ഞാൻ ഓപ്പണന്റ് ആവണം, എങ്കിലേ അവിടെ ഫയർ ഉണ്ടാവത്തുള്ളൂ, കണ്ടന്റ് വരത്തുള്ളൂ. സോ അതിൻ്റെ രീതിയിലാണ് സോ എനിക്ക് അതിലോട്ട് അന്ന് അങ്ങനെ സംഭവിച്ചത്. സിജോ ക്യാപ്റ്റനായിട്ട് ഒരു ക്യാപ്റ്റൻ്റെ കടമ എന്നുള്ളത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അനുനയിപ്പിച്ച്, കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അല്ല അത് ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനാണ് ക്യാപ്റ്റൻ. അല്ലെങ്കിൽ എന്തിനാ ക്യാപ്റ്റൻ അവിടെ? അല്ലേ, ഇത് ക്യാപ്റ്റനാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ വീട്ടിൽ. എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ഈ കിച്ചണിൽ നിങ്ങൾ ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുമോ അതോ ഞങ്ങൾ ക്ലീൻ ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചതിനാണ്. ഞങ്ങൾക്ക് സൗകര്യമല്ല ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അതെന്ത് സൗകര്യമല്ല? ആ സൗകര്യമല്ല. അപ്പം ഞാൻ നമ്മളിപ്പം നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്തല്ലേ, നമ്മൾ തിരിച്ചത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വീട് വൃത്തിയാക്കി കൊടുത്തിട്ട് പോകുന്നത് മര്യാദയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ മര്യാദയുണ്ട്, നിനക്ക് ആ മര്യാദ ഉണ്ടോ ഇല്ലേ? എനിക്ക് ആ മര്യാദ ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ചോദിച്ചത് എൻ്റെ ഷർട്ടും പാൻറ്റും എടുത്ത് കഴുകി തരുമെന്നല്ല ചോദിച്ചത്. നിങ്ങൾ ഉപയോഗിച്ച ഈ കിച്ചൺ നിങ്ങൾ പോകുമ്പോൾ, അന്ന് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സിജോ, ഇപ്പോഴത്തെ അവിടുത്തെ ടീം ക്യാപ്റ്റൻ. അപ്പൊ ആ ക്യാപ്റ്റൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത് നിങ്ങളിത് വൃത്തിയാക്കിയിട്ട് പോകില്ലേ എന്ന്. ഇതൊക്കെ ജനങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് എല്ലാ കുറ്റവും എല്ലാ തെറ്റും എല്ലാ കംപ്ലൈൻറ്റും എൻ്റെ മണ്ടയിൽ തന്നെ കൊണ്ടുവന്ന് ഇടുന്നു? പല സിറ്റുവേഷനിലും പല ആൾക്കാരെ മറക്കാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു സെലിബ്രേഷൻ വരുമ്പം ഈ പറഞ്ഞ പോലെ അപ്സര ജയിക്കണം, അല്ലെങ്കിൽ അപ്സര വരണം, മുന്നിൽ വരണം, അപ്സരയുടെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ബർത്ത്ഡേ വന്നിട്ട് വിളിച്ചില്ലേ അപ്സര? ലാസ്റ്റ് പിന്നെ ഞാനും അപ്സരയാണ് ലാസ്റ്റായിട്ട് അവിടെ ഫൈറ്റ് ഉണ്ടായത്, സിജോയ്ക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്സര അപ്പോൾ പറയുകയും ചെയ്ത് ഈ നിനക്കിവിടെ നിൽക്കാനുള്ള വിധി ഉണ്ടാവട്ടെ എന്നെന്തോ അപ്സര പറഞ്ഞ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്സിലെന്തോ കണ്ടായിരുന്നു, അപ്സര പറഞ്ഞിരുന്നു കാര്യം ഞാൻ അതുവരെ പിടിച്ചു നിന്നു, കാര്യം റോക്കിയുടെ ഡ്രസ്സ് പാക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു പോയി, കാര്യം പുള്ളിക്കാരൻ അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയാണ് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇല്ലാന്നൊന്നുമല്ല. നമുക്ക് ഗ്രൂപ്പുണ്ട്, ബിഗ് ബോസ് സീസൺ 6 എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്, അതിലെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ബിസി ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും ഒരു അവസരത്തിൽ വേറെ എന്തെങ്കിലും അവസരത്തിലൊക്കെ ഞാൻ പങ്കെടുക്കും. അതായത് എന്നെ ആരും അവോയ്ഡ് ചെയ്തിട്ടോ ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല, നമ്മളെല്ലാവരുമായിട്ടും കമ്പനിയുണ്ട്. പിന്നെ ചില വ്യക്തികൾക്ക് പിന്നെ എന്തുവാ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും എൻ്റെ അടുത്ത്. അങ്ങനെയുള്ളവരടുത്ത് മാത്രമേ അവരായിട്ട് പിണങ്ങിയിരിക്കുന്നേ ഉള്ളൂ, എനിക്കായിട്ടും പിണക്കമില്ല. എൻ്റെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടും. പിന്നെ മെനങ്ങാന്ന് വിളിച്ചായിരുന്നു, ഋഷി വിളിച്ചായിരുന്നു. ഋഷി വിളിച്ചിട്ട് ഞാൻ പിന്നെ നമ്മൾ അൻസിബയെ വിളിച്ചിട്ട് ഋഷിയെ ഞാനും അൻസിബയെ കൊണ്ട് പുറത്തോട്ട് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് എറണാകുളത്തുണ്ടായിരുന്നു.